Hello guys, welcome back to my YouTube channel diecastcars by Milan. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 1:18 റേഷ്യോയിൽ വരുന്ന ഒരു BMW e36 M3 ആണ്. solido എന്ന ബ്രാൻഡ് പുറത്തിറക്കിയിട്ടുള്ള ഒരു ഡൈകാസ്റ്റ് കാറാണ്. അതുപോലെ തന്നെ e36 M3നെ കുറിച്ച് പറയുമ്പോൾ 1992 മുതൽ 1999 വരെ പ്രൊഡക്ഷനിൽ ഉണ്ടായിട്ടുള്ള BMWന്റെ M3 ആണ്. അപ്പോൾ ഈ ഒരു കാറിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇങ്ങനെയാണ് നമ്മുടെ കാർ വരുന്നത്. ഇത് solidoന്റെ ഒരു സ്റ്റാൻഡേർഡ് പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ പെയിൻറ്റ് ജോബിലാണ് ഇത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബോഡി നമുക്ക് ഈ ഒരു ലുക്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഈ ഒരു കേജ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ 4 സ്ക്രൂസും റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാറിന് ഈ ഒരു ബോക്സ് ഒന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. എങ്ങനെയാണ് നമ്മുടെ കാർ വരുന്നത്? ഇനി നമുക്ക് ഈ ഒരു കാറിൻ്റെ ബോഡിയുടെ ഡീറ്റെയിലിംഗ് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബോഡി നമുക്ക് ഈ കാറിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ വളരെയധികം ഷാർപ്പായിട്ടുള്ള ബോഡി ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്, പിന്നെ BMW ട്രഡീഷണൽ ആയിട്ട് വരുന്ന ഈ ഒരു കിഡ്നി ഗ്രിൽസ്, പിന്നെ ബമ്പർ കാര്യങ്ങളെല്ലാം വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇവിടെ ഒരു ഫോഗ് ലൈറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു BMWൻ്റെ എംബ്ലം കാണാം. ഓക്കെ, അത്രയ്ക്കാണ് ഈ ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. ഓക്കെ, ഇനി സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഒരു വീൽസാണ് വളരെയധികം ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. റൊട്ടേഷനൊക്കെ ഉള്ള വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീൽസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സ്റ്റിയറബിളാണ്. ഓക്കെ, ഇനി സൈഡിൽ ഒരു ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എംബാഡ്ജിങ് ഉണ്ട്. പിന്നെ ബോഡി ലൈൻസൊക്കെ നമുക്ക് വളരെയധികം ഷാർപ്പായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്കാണ് ഇതിൻ്റെ സൈഡിൽ വരുന്ന ഒരു ഡീറ്റെയിലിങ്. ഇനി റിയർ ഭാഗത്ത് വരുമ്പോൾ റിയർ ലൈറ്റ്സ് അത് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡ്യുവലായിട്ട് വരുന്ന ഒരു എക്സോസ്റ്റ് ടിപ്പ് കാണാം, ഒരു ഡിഫ്യൂസർ കാണാം. അതുപോലെ തന്നെ ഒരു M3യുടെ ബാഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്രയ്ക്കാണ് റിയർ പാർട്ടിൽ വരുന്നത്. ഇനി ഈ കാറിൻ്റെ ഒരു വിട്ടുപോയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ് ഇതിൻ്റെ വൈപ്പേഴ്സ്. ഇതിൽ ഡ്യുവൽ വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി വരുമ്പോൾ ഈ ഒരു കാറിൻ്റെ ഡോർസ് എല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ ഈ ഡോർസൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഈ കാറിൻ്റെ ഒരു ഇൻറ്റീരിയറിൻ്റെ ഡീറ്റെയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡാഷ്ബോർഡ്, നമുക്ക് വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡാഷ്ബോർഡ് കാണാം. അതിൽ മീറ്റർ കൺസോൾ കൊടുത്തിട്ടുണ്ട്, AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിങ് നമുക്ക് കാണാം. പിന്നെ അവിടെ നമുക്കൊരു റിയർ വ്യൂ മിറർ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സൺ ബ്ലൈൻഡ്സ് നമുക്ക് റൂഫിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ സീറ്റ്സിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കുകയാണെങ്കിൽ ഒരു ഫാബ്രിക് ഫിനിഷോട് കൂടിയിട്ടുള്ള സീറ്റ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. അത് ഫ്രണ്ടിലെ സീറ്റ്സും അതുപോലെ തന്നെ റിയറിലും സീറ്റ്സൊക്കെ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ഈ കാറിനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡോർ പാഡിലെ ഡീറ്റെയിലിംഗ് നമുക്ക് ഇവിടെ കാണാം. അതും വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ഈ ഒരു കാറിന് ഉണ്ട്.